പ്രതിഷേധ സമരങ്ങളിൽ വെട്ടിലായി സർക്കാരും CPM-ഉം. ആശാസമരത്തിന് പിന്നാലെ വുമൺ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികളും നിരാഹാര സമരം ആരംഭിച്ചതോടെ സർക്കാർ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിടുന്നത്. തദ്ദേശ സ്വയംഭരണ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെയാണ് വിവിധ സമരങ്ങൾ തലസ്ഥാനത്ത് അരങ്ങേറുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ സമരവുമായി രംഗത്ത് എത്തിയേക്കുമെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ ചേർന്നുണ്ട്. വിനീഷ, ശക്തമായ സമരങ്ങൾക്ക് തന്നെയാണ് തലസ്ഥാനം സാക്ഷിയാകുന്നത്. എന്നാൽ ഈ സമരങ്ങളോടൊക്കെ തന്നെയും ഒരു പ്രതികരണവുമില്ലാതെ മൗനം പാലിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ സമരത്തിൻ്റെ വലിയൊരു അല്ലെങ്കിൽ ഒരു ശക്തമായൊരു മുഖം തന്നെ ഇനി കാണുമെന്നുള്ളൊരു കാര്യമല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ആദ്യം നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ആശാസമരം ഒത്തുതീർക്കാൻ കൃത്യമായി സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. അതിന് തൊട്ടു പിന്നാലെ വുമൺസ് പോലീസ് സർവീസിലെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളും സമരവുമായി രംഗത്തെത്തുന്നു. സമാനമായ രീതിയിൽ വിവിധ സംഘടനാ പ്രതിനിധികളും സമരവുമായി എത്തുന്നു. അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന തട്ടത്തിലേക്ക് അല്ലെങ്കിൽ തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം പല സമരങ്ങളിലൂടും മുഖം തിരിഞ്ഞ ഒരു മനോഭാവമാണ് പിണറായി സർക്കാർ കാണിക്കുന്നത്. അത് സർക്കാരിന് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. ഒപ്പം തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി സർക്കാരിന് മുന്നിലെത്തി സമരം ചെയ്താൽ അത് അനുഭാവപൂർവ്വം സർക്കാർ പരിഗണിക്കുമെന്ന പ്രതീക്ഷയാണ് വിവിധ സംഘടനകൾക്കുള്ളത്. പക്ഷേ ആ നിലപാടിലേക്ക് സർക്കാർ കടക്കാത്ത സാഹചര്യത്തിൽ സർക്കാരിന് ഇത് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിലെ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ സമരവുമായി ആശാ വർക്കർമാർ ഇപ്പോൾ സമരരംഗത്ത് കഴിഞ്ഞ കുറേ നാളുകളായി രംഗത്തുണ്ട്. ഒപ്പം തന്നെ വുമൻസ് പോലീസ് സർവീസിലെ ഉദ്യോഗാർത്ഥികളും ഇത്തരത്തിൽ സമരവുമായി എത്തുന്നത് അത് വലിയ രീതിയിലുള്ള സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന് ഇടയാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് സർക്കാരിന് തിരിച്ചടിയാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ആവശ്യങ്ങളുമായി വിവിധ സംഘടനകൾ രംഗത്തെത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വിവിധ വിഷയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അതും സർക്കാരിന് വരും ദിവസങ്ങളിൽ തലവേദന സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി ഉയരുന്ന ആക്ഷേപങ്ങൾ ഇങ്ങനെ പൂർണ്ണമായും പ്രതിരോധത്തിലായി നിൽക്കുകയാണ് മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. വിഷ്ണു. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.